തിരുവനന്തപുരം ബാലരാമപുരത്ത് 2 വയസ്സുകാരിയുടെ മരണം കൊലപാതകം. കൊല നടത്തിയത് കുട്ടിയുടെ അമ്മാവൻ ഹരികുമാറാണെന്ന് പോലീസ്. ഹരികുമാറിന് കുട്ടിയുടെ അമ്മ ശ്രീതുവിന്റെ സഹായം കിട്ടിയതായും പോലീസ് പറയുന്നുണ്ട്. പ്രതി കുറ്റം സമ്മതിച്ചതായാണ് വിവരങ്ങൾ. സുലേഖ ശശികുമാർ വാർത്തയുടെ വിശദ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുലേഖ, തുടക്കത്തിൽ വലിയ തോതിൽ പോലീസിന്റെ ഓരോ ചോദ്യങ്ങളും നിഷേധിക്കുന്ന രീതിയായിരുന്നു ഹരികുമാറിനും ഒപ്പം തന്നെ ശ്രീതുവും ശ്രീജിത്ത് അടക്കമുള്ളവരും അവലംബിച്ചത്. അതിൽ നിന്ന് അവസാനം കുറ്റം സമ്മതിക്കുന്ന നിലയിലേക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ എത്തിയത്? ഹരികുമാർ തന്നെയാണ് ഈ കുട്ടിയെ കൊന്നത് എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ടോ? പോലീസ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുമെന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. തീർച്ചയായും കാവ്യ, അത് തന്നെയാണ് ആ സംഭവത്തിൽ. ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ അമ്മാവൻ ഹരികുമാർ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് പോലീസിനോട്. എന്തായാലും അവസാനഘട്ട ചോദ്യം ചെയ്യലിലാണ് ഹരികുമാർ ഇപ്പോൾ ഉള്ളത്. ഈ അവസാനഘട്ട ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കുമോ അല്ലെങ്കിൽ സ്വയമേവ ഈ പ്രതി കുറ്റം സമ്മതിക്കുമോ എന്നുള്ളത് തന്നെയാണ് പോലീസ് നിരീക്ഷിക്കുന്നത്. ഇത്തരത്തിൽ ഈ പ്രതി കുറ്റം സമ്മതിച്ചതോടുകൂടി ഈ ഒരു സംഭവത്തിലെ ഈ ഒരു കൊലപാതകത്തിലെ ദുരൂഹത നീങ്ങുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ദുരൂഹത ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ കുട്ടി കിണറ്റിൽ എത്തിയത്, ഈ കുട്ടിയുടെ മൃതദേഹം എങ്ങനെയാണ് കിണറ്റിൽ നിന്ന് ലഭിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ദുരൂഹത നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീടാണ് ഇത്തരത്തിലുള്ളൊരു അന്വേഷണമൊക്കെയും നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ ഈ കുട്ടിയെ കാണാനില്ല എന്നുള്ളൊരു പരാതി കുട്ടിയുടെ അമ്മയുടെ ഭാഗത്ത് നിന്നാണ് ഉണ്ടായത്. നാട്ടുകാരെയും പോലീസിനെയും അറിയിച്ചത് ഈ കുട്ടിയുടെ അമ്മയാണ്. ഏത് സാഹചര്യത്തിലാണ് ഈ കുട്ടിയുടെ അമ്മ ഇത്തരത്തിലുള്ള ഒരു കാര്യം പോലീസിനെ അറിയിച്ചത് എന്നുള്ളൊരു വലിയൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഈ കുട്ടിയുടെ അമ്മയുടെ സഹായം ഈ ഹരികുമാർ എന്ന് പറയുന്ന കുട്ടിയുടെ അമ്മാവൻ ലഭിച്ചു എന്നുള്ളൊരു കാര്യം കൂടി പോലീസ് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കുട്ടിയുടെ അമ്മയുടെ ഏത് തരത്തിലുള്ള സഹായമാണ് ഹരികുമാറിന് ലഭിച്ചത് എന്നുള്ളൊരു കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ഒരു അന്വേഷണം ദ്രുതഗതിയിൽ തന്നെ കൃത്യതയോടുകൂടിയുള്ള ഒരു അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. 5 മണിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം, കുട്ടിയെ കാണാനില്ല എന്നുള്ളൊരു പരാതി പോലീസിന് ലഭിക്കുന്നത്. തുടർന്ന് പോലീസ് അന്വേഷണം നടത്തുന്നു. പിന്നീട് ഈ അന്വേഷണം അത് ഇത്തരത്തിലുള്ളൊരു നിഗമനത്തിലേക്ക്, ഈ കുട്ടിയെ കൊലപ്പെടുത്തിയതാണെന്നും കൊലപാതകി അമ്മാവനുമാണെന്നുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നു. മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ ഒരു സംഭവത്തിലെ ദുരൂഹത നീക്കാൻ പോലീസിന് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അത്തരത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. ആദ്യഘട്ടത്തിൽ ഈ അമ്മാവനെയും ഒപ്പം അമ്മയെയും അച്ഛനെയും മുത്തശ്ശിയെയും ചോദ്യം ചെയ്യുന്ന സമയത്ത് മൊഴികളിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ വൈരുദ്ധ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോലീസിന്റെ അന്വേഷണം നടന്നത് എന്നുള്ളത് തന്നെയാണ്. കാരണം അമ്മ കുട്ടിയെ അച്ഛൻ്റെ അടുത്താണ് കിടത്തിയതെന്ന് പറയുന്നു, അച്ഛൻ അല്ലെന്ന് പറയുന്നു. അമ്മാവൻ മാതാപിതാക്കൾക്കൊപ്പമാണ് കുട്ടി ഉണ്ടായതെന്ന് പറയുന്നു. മുത്തശ്ശിയും അത് തന്നെ, ഈ മാതാപിതാക്കൾക്കൊപ്പവും കുട്ടിയുടെ സഹോദരിയും ഒപ്പമാണ് ഈ കുട്ടി ഉണ്ടായിരുന്നത് എന്ന് പറയുന്നു. അങ്ങനെ ഈ മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് പോലീസിന്റെ അന്വേഷണം, അല്ലെങ്കിൽ ആ പോലീസിന്റെ അന്വേഷണം ഉണ്ടായതെന്നുള്ളത് തന്നെയാണ്. പിന്നീട് 2ാം ഘട്ട ചോദ്യം ചെയ്യലിലാണ്, 4 പേരെയും ഒറ്റയ്ക്കിരുത്തിയുള്ള ചോദ്യം ചെയ്യലിലാണ് ഇത്തരത്തിൽ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ഈ മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ എന്തിനിങ്ങനെ ഒരു കൃത്യം ചെയ്തു എന്ന കാര്യത്തിൽ ഏതെങ്കിലും അനൗദ്യോഗിക സൂചനകൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ സുലേഖ? പോലീസ് അത്തരത്തിലുള്ള കാര്യങ്ങൾ വിശദമാക്കുന്നുണ്ടോ? കാവ്യ, എന്തായാലും എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം ചെയ്തത് എന്നുള്ളതിനുള്ള ഉത്തരം അതിപ്പോഴും വ്യക്തമായി തന്നെ കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഏത് സാഹചര്യത്തിൽ ഈ ഒരു കുറ്റകൃത്യം ഈ അമ്മാവൻ ഹരികുമാർ ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടായി എന്നത് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അതിന് ഉത്തരം നൽകേണ്ടത് പോലീസാണ്. ഇത്തരത്തിൽ ഉടനടി തന്നെ അല്പസമയത്തിനകം തന്നെ ഡിവൈഎസ്പി മാധ്യമങ്ങളെ കാണുമെന്നുള്ളൊരു കാര്യമാണ് നമുക്ക് പോലീസിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ കൃത്യതയോടുകൂടിയുള്ള ഒരു അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളത് തന്നെയാണ്. ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ ഇത്തരത്തിൽ ഈ കുട്ടിയുടെ അമ്മ ഒരു തരത്തിലുമുള്ള സഹായം നൽകിയില്ല എന്നതാണ് അമ്മയുടെ ഭാഗത്തു നിന്നുള്ള മൊഴി ഈ ഹരികുമാർ കുറ്റം സമ്മതിച്ചതിന് ശേഷം ഉണ്ടായത്. പിന്നീട് ഈ അമ്മയുടെ സഹായം തനിക്ക് ലഭിച്ചു എന്ന് ഹരികുമാർ തന്നെ പോലീസിനോട് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഏത് തരത്തിലുള്ളൊരു സഹായമാണ് ആ കുട്ടിയുടെ അമ്മാവൻ ഹരികുമാറിന് ഈ അമ്മ ശ്രീതുവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നുള്ളതിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്.
അത് പോലീസിൽ നിന്ന് വ്യക്തമാകുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ളൊരു ദുരൂഹത നിലനിന്നിരുന്നു. അത് ആദ്യഘട്ടത്തിൽ തന്നെ ആ ദുരൂഹത അഴിക്കാൻ പോലീസിന് കഴിഞ്ഞു എന്നുള്ളത് പോലീസിന്റെ മികവ് തന്നെയാണ്. ഇത്തരത്തിൽ ഈ സഹോദരനും സഹോദരിയുമായിട്ടുള്ള രണ്ടുപേർ തമ്മിൽ ഏത് തരത്തിലുള്ള ബന്ധമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുകൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ഈ നാട്ടുകാർ പറയുന്ന കൂടുതൽ കാര്യങ്ങൾ എന്താണ്? ഇവിടെ സ്ഥിരതാമസക്കാരനായ ഒരു വ്യക്തിയാണോ ഈ ഹരികുമാർ എന്ന് പറയുന്നത്? കുടുംബമായി ശ്രീതുവും ശ്രീജിത്തും കുട്ടികളുമായി താമസിക്കുന്ന വീടാണ്. ഇവിടെ വന്നു പോകുന്ന ആളാണോ? സ്ഥിരതാമസക്കാരനാണോ ഹരികുമാർ? കാവ്യ, ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇത് വാടക വീട്ടിൽ കഴിയുന്ന ആളുകളാണ്. ഈ ശ്രീതുവും ശ്രീജിത്തും, അതിനൊപ്പം തന്നെ ശ്രീതുവിന്റെ അമ്മ, ശ്രീതുവിന്റെ സഹോദരൻ ഹരികുമാർ എന്ന് പറയുന്നവർ, ഈ ശ്രീതുവിന്റെ മക്കളും ഈ വാടക വീട്ടിലാണ് കഴിയുന്നത്. ഈ വാടക വീട്ടിൽ ഈ ഹരികുമാർ ആണ് സ്ഥിരമായി ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്നതാണ് പോലീസിൽ നിന്നും നാട്ടുകാരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ കുട്ടിയുടെ അച്ഛൻ ശ്രീജിത്ത് ഇന്നലെയാണ് ഈ വീട്ടിലേക്ക് എത്തിയത്. അസ്വാരസ്യങ്ങൾ, ഈ ശ്രീതുവും ശ്രീജിത്തും തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് നാട്ടുകാരിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഈ ഒരു ശ്രീജിത്ത് ഇന്നലെ എത്തിയത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ദുരൂഹത ഇതിലുണ്ട് എന്നത് ആദ്യഘട്ടത്തിൽ തന്നെ ഉയർന്നിരുന്നു. ഇതുമായി കേന്ദ്രീകരിച്ച് അമ്മയെ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള അന്വേഷണം ആദ്യം പോലീസ് നടത്തിയത്. പിന്നീടാണ് ഇത്തരത്തിൽ ഈ മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിനാണ് ഒടുവിൽ അമ്മാവനിലേക്ക് ഈ അന്വേഷണം എത്തിച്ചേർന്നത് എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ ഈ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമായി പോലീസിന് മുന്നിൽ നിന്നത് ഈ മൊഴിയിലെ വൈരുദ്ധ്യം എന്നത് തന്നെയാണ്. ഈ അമ്മാവനെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ വേണമെങ്കിൽ നിങ്ങൾ തന്നെ അന്വേഷിച്ച് കണ്ടെത്തൂ എന്നുള്ളൊരു കാര്യമൊക്കെ തന്നെയും അമ്മാവൻ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അത്തരത്തിൽ ഈ അമ്മാവനെ കേന്ദ്രീകരിച്ചാണ് പിന്നീട് ഈ പോലീസിന്റെ അന്വേഷണവും മൊഴിയെടുപ്പും ഒക്കെ തന്നെയും ഉണ്ടായിരുന്നത്. ഇതിലാണ് ഇപ്പോൾ ഈ അമ്മാവനാണ് ഇത്തരത്തിൽ ഈ ഒരു കുട്ടിയെ 2 വയസ്സുകാരിയെ കൊലപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് എന്നുള്ളത് തന്നെയാണ്. നേരത്തെ കാവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള എന്ത് കാരണത്താലാണ് ഇത്തരത്തിൽ 2 വയസ്സുകാരിയെ കൊലപ്പെടുത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയൊരു വ്യക്തത വരേണ്ടതുണ്ട്. ഈ ഒരു സംഭവത്തിൽ അല്പസമയത്തിനകം തന്നെ ഡിവൈഎസ്പി ഔദ്യോഗികമായ ഒരു വിശദീകരണം നൽകുമെന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണാനിരിക്കുകയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സംഘം.